എന്താ സംഭവിച്ചത്? കൊല്ലാൻ വേണ്ടി നീ ചെന്നപ്പോ അവര് മരിച്ചു കിടക്കായിരുന്നില്ലേ? സത്യം എന്റെ ഈ കൈ കൊണ്ടാക്കുന്നത് ദുർഗാദേവി. ദുർഗാദേവി ഇവനെ കൊണ്ട് സത്യം അറിയിക്കാൻ ഞാൻ നോക്കട്ടെ. നീയല്ലേ അത് ചെയ്തത്? അതെ, ഞാൻ രണ്ടാമതാകുന്നത്. എനിക്ക് മുമ്പേ വേറെ ആരോ 2 പ്രാവശ്യം കൊന്നിരുന്നു. സത്യമാണോ പറയുന്നത്? അതെ, ഞാൻ രണ്ടാമതാവുന്നത്. എനിക്ക് മുമ്പേ ആരോ 1 പ്രാവശ്യം കൊന്നിരുന്നു. 3 ആളെ. അതെ, ഇങ്ങോട്ട് ഇനി അപ്പൻ മേനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് സാറാണ്. അറസ്റ്റ് ഹിം. Dear editor, I am herewith sending a CD. മുൻമന്ത്രി സ്റ്റീഫൻ കുര്യച്ചൻ നടത്തിയ അഴിമതികളുടെ വിശദ വിവരങ്ങളാണിതിൽ. കൃത്യമായ തെളിവുകൾ സഹിതം അയക്കുന്ന സിഡിയിലെ കണ്ടെത്തലുകൾ സത്യവും പ്രസിദ്ധീകരണത്തിന് യോഗ്യവുമാണ്. കുര്യച്ചനെതിരെയുള്ള ഈ വിവരങ്ങൾ അങ്ങയുടെ പത്രത്തിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ അന്വേഷണ റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. മുൻമന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, സുലൈമാൻ സാഹിബ്, ദാമോദരൻ കർത്ത എന്നിവരുടെ കാര്യത്തിൽ താങ്കൾ ചെയ്തു തന്ന സേവനങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി കാലം നടത്തുന്നതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ തന്നെ ഇത് പത്രം ഓഫീസുകളിൽ എത്തിക്കണം. ദിശയുടെ ഓഫീസിൽ കൊടുക്കണ്ടേ? ഇനി വേണ്ട. ചെന്ന് വാതിൽ തുറക്കും. സാർ, സാർ അപ്പനില്ലേ? വരണം സാർ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാണ് സാർ. എന്നിട്ട് എവിടെ പോയി? അറിയില്ല സാർ. Come on, sir. Come on. Move. Fast. Yes. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ റാങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. മേക്കാടൻ എനിക്ക് ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല, സുഹൃത്താണ്. ആ സ്വാതന്ത്ര്യം ഉള്ളിലുള്ളത് കൊണ്ട് ചോദിക്കുക. വേണോ നമുക്കിടയിൽ ഇതുപോലൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം? ഒഴിവാക്കിക്കൂടെ എന്റെ പിന്നാലെയുള്ള വരവ്? നോ നോ, ക്രിമിനൽസിനോട് കോംപ്രമൈസ് ഇല്ല മേക്കാടിന്. എത്ര ശ്രമിക്കേണ്ടി വന്നാലും ശരി, പിടിച്ചിരിക്കും ഞാൻ. ബാഡ് ലക്ക് മേക്കാടൻ, ഡെഡ്ലി ബാഡ് ലക്ക്. Round up. Yes, sir. You go this way. Sir. Come on, search. Sir. ആരാത്? ഏയ്, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? Search. Searching for him. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, but just missed. ഇനി അപ്പൻ വരാൻ സാധ്യതയുള്ള ഏക സ്ഥലം ഇതാണ്. അയാൾ ഇവിടെ വന്നിട്ടില്ല. അത് എനിക്കൂടെ ബോധ്യപ്പെടണമല്ലോ. മിസ്റ്റർ മേക്കാടൻ, സൂസൻ മേരി തോമസിന് വാക്കുകൾ തന്നെയാണ് പ്രവൃത്തി. ഡോക്ടർ അയ്യങ്കാറിൽ നിന്ന് അപ്പനെ കുറിച്ച് മനസ്സിലാക്കിയ വിവരങ്ങൾ ഞാൻ തന്നെയല്ലേ മേക്കാടനെ അറിയിച്ചത്? സൂസൻ മേരി തോമസിന്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം എനിക്കില്ല. ബട്ട് മമ്മയുടെ മനസ്സ് ഇപ്പോഴും അപ്പന്റെ കൂടെയാണ്, അല്ലേ? അതെ. എന്തായി വേണു? നോ സാർ, ഇല്ല. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇപ്പൊ പോകുന്നു. ബട്ട് റിമെമ്പർ ദിസ്, കൊലപാതകം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് കൊലപാതകിക്ക് അഭയം നൽകുന്നത്. നോക്കണ്ട, വൈകിയെ കൊന്നവരോട് അപ്പൻ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പേടിക്കണ്ട. വന്നത് ഉപദ്രവിക്കാനല്ല, നന്ദി അറിയിക്കാന്. ചെയ്തു തന്ന സേവനം അത്രയ്ക്ക് വലുതാണ്. ആദർശമാണ് എനിക്ക് പ്രധാനം, സൗഹൃദമല്ല. ആദർശം പറഞ്ഞു തന്നു ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ.
സൂസൻ മേരി തോമസിന്റെ വാദങ്ങൾ. അഹിംസ ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് ആൻഡ് ദി ഓൺലി ഡിഫൻസ് അല്ലേ? അതെ. തെറ്റ് തെറ്റ് തെറ്റ്, പരമമായ തെറ്റ്. കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോ ചോദിച്ചു വാങ്ങാൻ ജനം ആയുധം എടുത്തിറങ്ങിയാലോ എന്ന് പേടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ നീക്കം തടയാൻ ഉപയോഗിക്കുന്ന തന്ത്രം, അത് മാത്രമാണ് അഹിംസ. അഹിംസയുടെ പേര് പറഞ്ഞ അധികാരമേറിയ രാഷ്ട്രീയക്കാർ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് എന്താണ് ചെയ്തത്? അഴിമതിയുടെ ദേശസാൽക്കരണമല്ലാതെ? ആയിരിക്കാം, പക്ഷെ അതിനെതിരെ പോരാടുന്നുണ്ട് ഞങ്ങളെ പോലെ ചിലർ. അതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? സ്വാതന്ത്ര്യം കിട്ടി 60 വർഷമായിട്ടും വിശപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, കടത്തിൽ നിന്ന് രക്ഷ നേടിയോ ഇന്നാട്ടിലെ സാധാരണക്കാരൻ? 1-2 രൂപയല്ല, 3439 കോടി. രാഷ്ട്രീയക്കാർ പ്രതികളായ അഴിമതി കേസുകൾ അന്വേഷിക്കാനുള്ള അന്വേഷണ കമ്മീഷനുകളെ വെച്ച വകയിൽ മാത്രം ചെലവ്. എന്നിട്ടും ശിക്ഷിക്കപ്പെട്ടോ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെങ്കിലും? 125 കോടിയിൽ 7.5 കോടി, 7.5 കോടിയോളം വരും ഇവരുടെ എണ്ണം. രാഷ്ട്രീയക്കാരുടെ വർഷം 32,000 കോടി ചെലവഴിക്കുന്നു ഇവരെ പരിപാലിക്കാൻ. എന്തിന്? പ്രതിപക്ഷത്തിരിക്കുമ്പോ ബന്ധും ഹർത്താലും വർഗീയ ലഹളകളും, ഭരണത്തിലേറുമ്പോ രാജ്യം വിറ്റു തൊലയ്ക്കൽ. ഒരു ആരാധനാലയം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. ജനം അതിപ്പോ തിരുത്തി പറയുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ നശിച്ചാൽ അത്രയും അഴിമതി കുറഞ്ഞു, ശല്യം കുറഞ്ഞു. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഇതേ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലായിരുന്നു ഗാന്ധിജിയും. ഗാന്ധിജിയോട് എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ഗാന്ധിജി മാത്രം മതിയോ നമുക്ക്? സുഭാഷ് ചന്ദ്രബോസ് വേണം, ഭഗത് സിംഗ് വേണം, മൗലാന അബ്ദുൽ കലാം വേണം, ചന്ദ്രശേഖർ ആസാദ് വേണം, വീർ സവർക്കർ വേണം. ഏകസ്വരതയല്ല, ബഹുസ്വരത, അതാണ് വേണ്ടത്. അതാണ് വൈകിട്ടത് മാത്രമല്ല, ശിവഗംഗയിൽ നഷ്ടപ്പെട്ട 16 പേരുടെ ജീവനും ഉത്തരവാദികളായിരുന്നു എന്റെ കൈകൊണ്ട് മരിച്ച എല്ലാവരും. ഒരു ഖേദവുമില്ല എനിക്ക്. കാലത്തിന്റെ തീരുമാനം അതാണ് ഞാൻ നടപ്പിലാക്കിയത്. പേര് വെക്കാതെ സൂസന്റെ ദിശയ്ക്കടക്കം ഞാൻ അയച്ചു തന്ന സീഡികളിലെ അഴിമതി വിവരങ്ങൾ പുറത്തു വരുമ്പോഴുണ്ടാവുന്ന ജനരോഷം, അതിന്റെ മറമതിയായിരുന്നു എനിക്ക് അവരെ ഇല്ലാതാക്കാൻ. എന്നിലേക്ക് വരുമായിരുന്ന അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടാൻ പാകത്തിൽ ദുർഗാദാസന്റെ രൂപത്തിൽ പിന്നെയും സഹായിച്ചു എന്നെ കാലം. അഹിംസയല്ല എന്റെ തത്വശാസ്ത്രം, ഹിംസിക്കും. വൈഗയുടെ ജീവൻ എടുത്ത അവസാനത്തെ ആളെയും, സ്റ്റീഫൻ കുര്യച്ചൻ. His time is up. സർ, ഗുഡ് മോർണിംഗ്. തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിഞ്ഞു കാണുമല്ലോ. പോലീസ് പ്രൊട്ടക്ഷൻ തരാനാണ് ഞങ്ങളുടെ തീരുമാനം. എനിക്കൊരു പ്രൊട്ടക്ഷനും വേണ്ട. ഇത് എന്റെ എസ്റ്റേറ്റാ. അതുകൊണ്ടാ എന്റെ കൂടെ ഈ വക്കച്ചനല്ലാതെ വേറെ ആരും ഇല്ലാത്തത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്റെ ചുറ്റും ഉണ്ടാവും എപ്പോഴും 100-150 പേർ, പാർട്ടി പ്രവർത്തകർ. അവര് നോക്കിക്കോളൂ ഈ ശരീരം. സാർ കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ല അപ്പൻ മേനോൻ. താൻ ഈ കൈ കണ്ടോ? ഇതുകൊണ്ടൊരെണ്ണം മനസ്സറിഞ്ഞ് പൊട്ടിച്ച പിന്നെ അവനില്ല. താൻ പറഞ്ഞ അപ്പൻ മേനോൻ. താൻ ചെല്ല്, എന്റെ ജീവൻ ഞാൻ രക്ഷിച്ചോളാം. അയാൾ അങ്ങനെയൊക്കെ പറയും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. വാ സർ. കുര്യച്ച,
പൊറുക്കണം, എന്നോട് പൊറുക്കണം. പൊറുക്കുന്നത് പ്രതിയോഗിയോട്. ശത്രുവിന്റെ വിധി മരണമാണ്. എന്റെ വൈകിയെ കൊന്ന നിനക്ക് മാപ്പില്ല. വൈകിയെ കൊന്നത് ശരിയാ, ഞങ്ങളത് ചെയ്തത്. പക്ഷേ ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കായിരുന്നു. ആര്?